മാസ്റ്ററിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ന്യൂ പാറ്റ്സിൻ്റെ 4ാമത്തെ സീരീസ് ചോദ്യങ്ങളാണിത്. ഏറ്റവും പ്രധാനപ്പെട്ടതും കുട്ടികൾക്ക് പൊതുവെ പ്രയാസമുള്ള ചോദ്യങ്ങളുമാണ് ഈ വീഡിയോയിൽ അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ ചോദ്യവും എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് കൃത്യമായി മനസ്സിലാക്കുകയും അവ നോട്ട്ബുക്കിൽ കുറിച്ചു വെച്ച് പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഈ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടി കാണിക്കരുത്. ഇനിയും കൂടുതൽ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യുവാനുണ്ട്. നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക്. ഒന്നാമത്തെ ചോദ്യം, എ ഒരു ജോലി 15 ദിവസം കൊണ്ടും ബിക്ക് 20 ദിവസം കൊണ്ടും ആ ജോലി ചെയ്യാൻ കഴിയും. അവർ 4 ദിവസം ഒരുമിച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ ശേഷിക്കുന്നത് ആകെ ജോലിയുടെ എത്ര ഭാഗമാണ്? ഈ ചോദ്യത്തിൻ്റെ ഇംഗ്ലീഷ് വേർഷനും അവിടെ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ? ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് 15 ദിവസം കൊണ്ടാണ് എ ഒരു ജോലി പൂർത്തിയാക്കുന്നത്. അപ്പോൾ ഒരു ഉദാഹരണം നമുക്കെടുക്കാം. ഈ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ജോലിയാണെന്ന് വിചാരിച്ചോ. ഇത്ര പോരാ, പെയിൻ്റ് അടിക്കുന്ന ഒരു ജോലിയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് മുഴുവൻ ഈ ബിൽഡിങ് പെയിൻ്റ് അടിക്കുന്നതിന് 15 ദിവസമാണ് എ എടുക്കുന്നത്. 15 ഡേയ്സ്, 15 ദിവസമാണ്. എങ്കിൽ എ ഒരു ദിവസം കൊണ്ട് എത്ര ഭാഗം പെയിൻറ്റ് ചെയ്യുന്ന നമ്മൾ അറിയേണ്ടത് ആദ്യം. എ ഒരു ദിവസം കൊണ്ട് എത്ര ഭാഗം? 15 ദിവസം കൊണ്ട് ഫുൾ പെയിൻറ്റ് ചെയ്യുമെങ്കിൽ ഒരു ദിവസം കൊണ്ട് ചെയ്യുന്നത് 15ൻ്റെ ഒരു ഭാഗമായിരിക്കും. അതായത് ഒരു ദിവസം ചെയ്യുന്നത് 1/15 പാർട്ടായിരിക്കും. ആകെയുള്ളതിൻ്റെ 15ൽ ഒരു ഭാഗമാണ് എ ചെയ്യുക. അതേമാതിരി ബി ചെയ്യുന്നത് 20 ദിവസമാണെന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ബി ഒരു ദിവസം ചെയ്യുന്നത് എത്രയായിരിക്കും? 1/20, 20ൻ്റെ ഒരു ഭാഗമായിരിക്കും ബി ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ രണ്ടുപേരും കൂടി ഒരു ദിവസം ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? 1/15ഉം അതേപോലെ 1/20യും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. അങ്ങനെ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്കതിനെ ഒരേപോലെ രണ്ടിൻ്റെയും കോമൺ ആയിട്ടുള്ള ഡിനോമിനേറ്റർ ഛേദങ്ങളാക്കി കഴിഞ്ഞാൽ നമുക്കിതിനെ 4/60 എന്ന് എഴുതാം. 4 കൊണ്ട് ഇതിനെയും 4 കൊണ്ട് ഇതിനെയും ഗുണിച്ചാൽ നമുക്ക് 60 കിട്ടും. ഇതിനെ 60 ആക്കാൻ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് കിട്ടും 3/60. 20നെ 3 കൊണ്ട് ഗുണിച്ചാൽ 60, 1നെ 3 കൊണ്ട് ഗുണിച്ചാൽ 3. ഇങ്ങനെ എഴുതാൻ അറിയാത്ത കുട്ടികൾ 15ൻ്റെയും 20ൻ്റെയും LCM കണ്ടിട്ടും ഇതിൻ്റെ തുക കാണാം. അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ രീതിയിലേക്കൂടെയും തുക കണ്ടുപിടിക്കാം. ഇത് നമുക്കിപ്പോൾ എത്ര കിട്ടും? 7/60. രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് 7. ഇത് എത്ര ദിവസം ചെയ്യുന്നതാണ്? ഒരു ദിവസം എയും ബിയും ചെയ്യുന്ന ജോലിയാണ് 7/60. ഇവിടെ 4 ദിവസമാണ് അവർ ജോലി ചെയ്യുന്നത്. അപ്പോൾ 4 ദിവസം ചെയ്യുന്ന ജോലി എത്രയായിരിക്കും? 4 ദിവസം ചെയ്യുന്ന ജോലി 4 × 7/60 ആയിരിക്കും. അതായത് 28/60. ഈ 28/60നെ നമുക്ക് 4 കൊണ്ട് നമുക്ക് ചുരുക്കാൻ പറ്റും. അപ്പോൾ അല്ലെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് 4നെയും 60നെയും നമുക്ക് ചുരുക്കിയിട്ട് 15 എന്ന് എഴുതാം. അപ്പോൾ അതിൻ്റെ ആൻസർ ഇവിടെ നിന്ന് കിട്ടും 7/15 കിട്ടും. അപ്പോൾ 7/15 ഭാഗം ജോലിയാണ് അവർ 4 ദിവസം കൊണ്ട് എയും ബിയും ഒരുമിച്ച് ചെയ്യുമ്പോൾ ചെയ്യുന്നത്. ഇതിൻ്റെ 15ൽ 7 ഭാഗം. അപ്പോൾ എത്ര ഭാഗം ഇനി ബാക്കിയുണ്ട് എന്നാണ് റിമൈനിങ് ലെഫ്റ്റ് എത്രയാണ് ആ ചോദ്യം. അപ്പോൾ നമുക്ക് കിട്ടും 1ൽ നിന്ന് നമ്മൾ 7/15 കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് 15ൽ നിന്ന് 7 കുറച്ച് 8/15 എന്ന് കിട്ടും. 1ൽ നിന്ന് ഒരു ഭിന്നസംഖ്യ കുറക്കാൻ പറഞ്ഞാൽ അവയുടെ ഡിഫറൻസ് കണ്ടിട്ട് ഛേദം ഡിനോമിനേറ്റർ എഴുതിയാൽ ആൻസറായി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഓപ്ഷനിൽ അതിൻ്റെ ആൻസർ ഉണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത് അറിയോ? അത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര ടഫാണെന്ന്. കച്ചവടക്കാരൻ ഒരു സാധനത്തിൻ്റെ വില തുടർച്ചയായി 10%, 20%, 10% വീതം കുറക്കുന്നു. യഥാർത്ഥ വിലയുടെ എത്ര ശതമാനമാണ് ഇപ്പോഴുള്ളത്? ഇംഗ്ലീഷിലവിടെ ക്വസ്റ്റ്യൻ നിങ്ങൾക്കവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? കച്ചവടക്കാരൻ ഒരു സാധനത്തിൻ്റെ വില, അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾക്കെടുക്കാം ഒരു റേഡിയോവിൻ്റെ വില ആണെന്ന് വിചാരിക്കുക. ആ റേഡിയോവിൻ്റെ വില അയാൾ ആദ്യം 10% കുറക്കുന്നു. 10% കുറക്കുക എന്ന് പറയുമ്പോൾ ഫുള്ള് 100% വരിക.
10% കുറക്കുമ്പം അത് എത്രയാവും? 90% ആവും. അതായത് 90/100. ഇതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് അറിയുന്ന കാര്യമാണ്. 100ൽ നിന്ന് 10 കുറച്ചിട്ട് കുറയുന്നത് കൊണ്ട് ഡിക്രീസ് ചെയ്യുന്നത് കൊണ്ട് 90/100. അതേപോലെ 20% കുറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 100ൽ നിന്ന് 20 കുറച്ച് /100 എന്ന് എഴുതിയാൽ വേണ്ടത്. അപ്പോൾ നമുക്ക് കിട്ടും 80/100. മൂന്നാമത്തത് എത്രയാണ്? 10% കുറക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടും 90/100. ഇവിടെ പലപ്പോഴും കുട്ടികൾ തെറ്റിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം 10% കുറച്ച് 90/100 എഴുതി വീണ്ടും 20% കുറക്കുന്നെന്ന് പറയുമ്പോൾ ഈ 90ൽ നിന്നാണ് പല കുട്ടികളും 20 കുറക്കുക, 90ൽ നിന്നാണ് 20 കുറക്കുക. അത് തെറ്റാണ്. ഓക്കെ, അപ്പോഴുള്ള വിലയുടെ 20%ആണ് കുറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ തരത്തിലാണ് വരിക. അപ്പോൾ 0 നമുക്ക് കട്ട് ചെയ്യുക, ഈ 0 കട്ട് ചെയ്യുക, ഈ 0 കട്ട് ചെയ്യുക. ബാക്കി നമുക്ക് വരുന്നത് എത്ര നോക്കിയാൽ 9, 8, 9 നമുക്കറിയാം 81. 8 കൊണ്ട് ഗുണിച്ചിട്ട് എത്ര എഴുതിയാൽ മതി? 1000 എന്ന് എഴുതിയാൽ മതി. ഓക്കെ, 100 × 10 1000. 3 0 മേലെ പോയി. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 8നെ 81 ഗുണിച്ചാൽ നമുക്ക് കിട്ടും 648/1000. 1000 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര ഡെസിമൽ വേണം? നമുക്ക് 1000 എന്ന് പറയുമ്പോൾ ഇനി ഇത് എത്ര പെർസെൻറ്റേജ് ആണെന്നാണ് ചോദ്യം. എത്ര പെർസെൻറ്റേജ് ആയിട്ട് മാറും? ആദ്യത്തെ വിലയുടെ എത്ര ശതമാനമായിട്ട് രണ്ടാമത്തെ വില മാറും? ഇപ്പം ഇത്രയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ കിട്ടിയതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? 100% കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 2 0 2 0. 100% കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഉത്തരത്തിനെ ശതമാനത്തിലാക്കാൻ, പെർസെൻറ്റേജിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് കിട്ടും 64.8% എന്ന് കിട്ടും. അവിടെ നിങ്ങൾക്ക് ഓപ്ഷനിൽ 64.8 എന്ന് പറയുന്ന രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ട്. ഇനി ആദ്യത്തെ വിലയുമായി ഇപ്പോഴുള്ള വില എത്ര വ്യത്യാസം വന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ 100ൽ നിന്ന് 64.8 കുറക്കണം. അപ്പോൾ നമുക്ക് 35.2% നമുക്ക് കിട്ടും. ഐഡിയ മനസ്സിലായല്ലോ? കുറക്കുമ്പം 10% കുറക്കുമ്പോൾ 10% ഡിക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് 90/100. 20% ഡിക്രീസ് ചെയ്യുമ്പോൾ അവിടെയും 100 നിന്നാണ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ഐഡിയയിലാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. അവസാനം എത്ര പെർസെൻറ്റേജ് എന്ന് പറയുമ്പോഴാണ് നമ്മൾക്ക് എന്ത് കണ്ടുപിടിക്കുന്നത്? ഇൻറ്റു 100% നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, ശരി. അല്ലെങ്കിൽ മറ്റൊരു കാര്യം ചെയ്യാൻ പറ്റും. ഈ 100% ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ വാല്യൂ 100 എന്നെടുത്തിട്ട്, അതായത് സാധനത്തിൻ്റെ വില ആദ്യം 100 എന്ന് ഗസ് ചെയ്യുന്നു. 100 എന്ന് ഗസ് ചെയ്തിട്ട് 90/100 ആദ്യം കുറഞ്ഞു, പിന്നെ 80/100 ആയിട്ട് കുറഞ്ഞു, പിന്നെ 90/100 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ നമുക്ക് എത്രയാണ് ഉത്തരം കിട്ടുക? 64.8 എന്ന് പറയുന്ന ഉത്തരം കിട്ടും. ഇതിനെ ചെയ്ത 64.8. അപ്പോഴുള്ള പ്രത്യേകത നോക്കൂ. ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് 5 0 മേലെ വരും, താഴെ 6 0. അപ്പോൾ താഴെ 1 0 മാത്രമാണ് കട്ട് ചെയ്യാതെ ബാക്കി ഉണ്ടാവുക. അപ്പോൾ 648/10 64.8 എന്ന് കിട്ടും. അപ്പോൾ ആദ്യത്തെ വില എത്രയാണ്? 100 രൂപയാണ് നമ്മൾ എടുത്തത്, ഗസ് ചെയ്തത്, അസ്യൂം ചെയ്തത്, ഊഹിച്ചത്. അപ്പോൾ ഇപ്പോൾ എത്ര കിട്ടുന്നു? 64.8. അപ്പോൾ എത്ര മാറ്റം വന്നു? അപ്പോൾ ഇപ്പോൾ ലാസ്റ്റിൽ വില എത്രയായി? 64.8. 100 എടുത്തുകൊണ്ട് 64.8% ആണ് പെർസെൻറ്റേജ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ശതമാനം ചോദിക്കുമ്പോൾ 64.8%. ഓക്കെ, 2 തരത്തിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, മൂന്നാമത്തെ പ്രോബ്ലം നോക്കൂ. എയുടെ ശമ്പളം 20% വർദ്ധിക്കുകയും പിന്നീട് 20% കുറയുകയും ചെയ്തു എങ്കിൽ എയുടെ ആകെ ശമ്പള വ്യത്യാസത്തിൻ്റെ ശതമാനം എത്ര? ഇവിടെ നിങ്ങൾ അറിയേണ്ട കാര്യം, ഒരേ പെർസെൻറ്റേജ്, സെയിം പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യുക. പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യുക, വർദ്ധിക്കുക. പെർസെൻറ്റേജ് ഡിക്രീസ് ചെയ്യുക, കുറയുക. ഇങ്ങനെ ആയാൽ അതിൻ്റെ റിസൾട്ടൻ്റ്, അതിൻ്റെ മാറ്റം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് A²/100% ആണ്. ഇതൊന്ന് ഓർമ്മിച്ച് വെക്കണം. അപ്പോൾ ഇവിടെ സിമ്പിളായിട്ട് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. 20% ആണ് ഇൻക്രീസ്. അപ്പോൾ 20²/100%. 20² എന്ന് നമുക്കറിയാം 400/100 ശതമാനം.
2 0 കട്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും 4%. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 4% ഇൻക്രീസ് ആണോ 4% ഡിക്രീസ് ആണോ, 4% വർദ്ധിക്കുകയാണോ 4% കുറയുകയാണോ എന്നുള്ളത് ഇവിടെ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ശ്രദ്ധിക്കുക, 2% സെയിം ആണെങ്കിൽ ആ കിട്ടുന്ന വാല്യൂ വില എപ്പോഴും ഡിക്രീസ് ആയിരിക്കും, എപ്പോഴും കുറയുന്നതായിരിക്കും. അപ്പോൾ 4% എന്താ വരിക, ഡിക്രീസ് അല്ലെങ്കിൽ കുറയുന്നു എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ വരിക. ഈ പറയുന്ന പോയിന്റുകളെല്ലാം നിങ്ങളൊരു നോട്ട് ബുക്കിൽ കുറിച്ചു വെക്കണം. ഓക്കെ, 4ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. 3 ലിറ്റർ വെള്ളം ഒരേപോലുള്ള 4 കുപ്പികളിൽ നിറച്ചു. ഇത്തരം 5 കുപ്പികൾ നിറക്കാൻ എത്ര ലിറ്റർ വെള്ളം വേണം? അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ, 3 ലിറ്റർ വെള്ളം എത്ര കുപ്പിയിലാണ് നിറക്കുന്നത്? 5 കുപ്പിയിലാണ് നിറക്കുന്നത്. 5 കുപ്പിയിൽ. അപ്പോൾ ഒരു കുപ്പിയിൽ എത്ര വരും? 1 ബോട്ടിലിൽ എത്ര വരും? 3 ലിറ്റർ വെള്ളം. 3 ലിറ്റർ വെള്ളം 5 ബോട്ടിലിൽ നിറക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഒരു ബോട്ടിലിൽ വരുന്നത് എത്രയായിരിക്കും? 3/5 ലിറ്റർ ആയിരിക്കും. 3/5 ലിറ്റർ. എക്സാമ്പിൾ വേണമെങ്കിൽ നോക്കാം. 6 ലിറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ രണ്ട് ബോട്ടിലിൽ നിറക്കുന്ന വിചാരിക്കുക. 6 ലിറ്റർ വെള്ളം നോക്കൂ, ഞാനൊരു എക്സാമ്പിളാണ് പറയുന്നത്. 6 ലിറ്റർ വെള്ളം 2 ബോട്ടിലാണ് നിറക്കുന്നതെങ്കിൽ അപ്പോൾ എത്ര വരും? അന്നേരം 3 ലിറ്റർ വരും ഒരു ബോട്ടിലിൽ അപ്പോൾ 3 ലിറ്റർ വരും. ഐഡിയ മനസ്സിലായല്ലോ? അതേ ഐഡിയ ആണ് ഇവിടെ ഉപയോഗിച്ചത്. പക്ഷേ ഇവിടെ എന്താണ്, അത് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് 3/5. അപ്പോൾ ഒരു ബോട്ടിലുള്ള വെള്ളം 3/5. നമ്മളോട് ചോദിച്ചത് എന്താണ്? അപ്പോൾ ചോദിച്ചത് എത്ര ബോട്ടിലാണ്? 5 കുപ്പികൾ നിറക്കുക. 3 ലിറ്റർ വെള്ളം ഒരേപോലുള്ള ഈ ചോദ്യത്തിൽ 3 ലിറ്റർ വെള്ളം 5 ബോട്ടിലല്ല നിറക്കുന്നത്. 3 ലിറ്റർ വെള്ളം 4 ബോട്ടിലാണ് നിറക്കുന്നത്. അപ്പോൾ ഒരു ബോട്ടിൽ വരുന്ന എത്ര? 3/4. ഓക്കെ, 3/4. അപ്പോൾ 5 ബോട്ടിൽ നിറക്കണം. 5 ബോട്ടിൽ 5 കുപ്പികളിൽ നിറക്കണം. അപ്പോൾ നമുക്ക് വരുന്നത് എന്തായിരിക്കും? 3/4 × 5. അപ്പോൾ ഇതിനെ ക്യാൻസൽ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ 3 5 മൾട്ടിപ്ലൈ ചെയ്യുക, 15/4 ലിറ്റർ. ഇനി ഇതിനെ മിക്സ്ഡ് ഫ്രാക്ഷൻ മിശ്ര ഭിന്നമാക്കി എഴുതണമെങ്കിൽ 3/4 എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, ഇങ്ങനെ എഴുതാം. ഈ തരത്തിലും ആൻസർ എഴുതാം. അതായത് തന്നിരിക്കുന്ന അളവിൽ ഒരു ബോട്ടിലിൽ കാണേണ്ട വെള്ളം കണ്ടുപിടിച്ചു. എന്നിട്ട് എത്ര ബോട്ടിലാണോ വേണ്ടത് അതിനെ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് 2.5 കിലോഗ്രാം അരിക്ക് 105 രൂപ. ശ്രദ്ധിക്കൂ, 2.5 കിലോഗ്രാം അരിക്ക് റൈസിന് എത്ര രൂപ? 105 രൂപ. എങ്കിൽ 1.5 കിലോഗ്രാം അരിയുടെ വിലയാണ് ചോദിച്ചത്. 1.5 കിലോവിന് എത്ര വരുന്നു? അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമ്മൾക്ക് അറിയാം. 1 കിലോഗ്രാം അരിയുടെ വില കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 1.5 കിലോ അരിയുടെ വില കണ്ടുപിടിക്കാം. 2.5 കിലോഗ്രാം അരി 105. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ 2.5 കിലോ 105 ആണെങ്കിൽ ഇതിൻ്റെ ഡബിൾ എടുക്കുക, 5 കിലോ ഡബിൾ. അപ്പോൾ ഇപ്പോഴും എന്ത് ചെയ്താൽ മതി? ഇതിന് ഡബിൾ എടുത്താൽ മതി, 210. 5 കിലോന് 210. 2.5ൻ്റെ ഇരട്ടി, 105ൻ്റെ ഇരട്ടി, ഡബിൾ. അപ്പോൾ 5 കിലോന് 210 ആണെങ്കിൽ അതിൽ നമുക്ക് 1 കിലോഗ്രാമിൻ്റെ കിട്ടുമല്ലോ. എത്ര കിട്ടും? 210നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് 42 എന്ന് കിട്ടും. അപ്പോൾ 1 കിലോഗ്രാമിന് 42. നമ്മളോട് വേണ്ടുന്ന എത്രയാ? 1.5 കിലോഗ്രാമാണ് വേണ്ടത്. അപ്പോൾ 1 കിലോഗ്രാമിന് 42 ആണെങ്കിൽ 1/2 കിലോഗ്രാമിന് എത്രയുണ്ടാവും? 21 രൂപയുണ്ടാവും അല്ലേ? 42ൻ്റെ പകുതി. അപ്പോൾ 1.5 കിലോഗ്രാമിന് എത്രയുണ്ടാവും? 42ഉം 21ഉം കൂടെ കൂട്ടിയിട്ട് 63 രൂപ എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഇവിടെ /2 വന്നതുകൊണ്ടാണ് ഞാൻ ഡബിൾ എടുത്തത്. /3 ആയിരുന്നു എങ്കിൽ ഞാൻ ഇതിൻ്റെ 3 മടങ്ങ് 3 ടൈംസ് എടുക്കുക. ഫ്രാക്ഷൻ ഒഴിവാക്കിയിട്ടാണ് ചെയ്യുക. ഓക്കെ, ഇനി 6ാമത്തെ പ്രോബ്ലം നോക്കൂ. എന്താണ് പറയുന്നത്? അത് പല കുട്ടികൾക്കും മനസ്സിലാവാൻ പ്രയാസമുള്ള ക്വസ്റ്റ്യനാണ്. ശ്രദ്ധിക്കുക, ഈസിയാണ്. 1/8 = എന്താണ് പറഞ്ഞത്? x/10 + y/100 + z/1000.
എങ്കിൽ എക്സും വൈയും ഇസഡും എത്ര എന്നുള്ളതാണ് ചോദ്യം. അപ്പം നിങ്ങൾക്കറിയാം, ശ്രദ്ധിക്കുക, 1/2 എന്ന് പറഞ്ഞാൽ 0.5ആണ്. 1/4 പഠിച്ചു നോക്കണം, ഇത് 0.25ആണ്. 1/8 എന്ന് പറഞ്ഞാൽ 0.125 ആണ്. 0.125 ആണ് എത്ര വരുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന 1/8 വരുന്നത്. അപ്പോൾ ഈ 125.125 നമ്മൾ എങ്ങനെ എഴുതിയാൽ മതി? അപ്പോൾ ഇതിൻ്റെ അർത്ഥം 0.125 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 0.1 പ്ലസ് 0.02 പ്ലസ് 0.005 ഈ മൂന്നും കൂടെ കൂട്ടുമ്പോഴാണ് ഇത് കിട്ടുക. 0.1 നിങ്ങൾ താഴെ എഴുതി നോക്കിയാൽ മതി, ഈസി ആയിട്ട് മനസ്സിലാവും. 0.1, 0.02, 0.005 കൂട്ടി നോക്കുമ്പോൾ നമുക്ക് 521 മനസ്സിലായില്ലേ? 0.125 കിട്ടും. അപ്പം ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതുക, പിന്നെ ആക്കിയിട്ട് എഴുതുക 1/10, കാരണം ഒരു പോയിന്റ് ആയതുകൊണ്ട് 1/10. ഇത് 2 ഡെസിമൽ വന്നതുകൊണ്ട് 2/100 പ്ലസ് ഇവിടെ 3 ഡെസിമൽ വന്നതുകൊണ്ട് 5/1000. അപ്പോൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? x/10 ആണ് ഇവിടെ ഉള്ളത്, ഇവിടെ കിട്ടുന്നത് 1/10. x = 1, y = y/100, 2/100, y = 2. z/1000 ഇവിടെ കാണുന്നത് 5/1000. അപ്പോൾ z = എത്ര? 5. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസറായി. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 3 വാല്യൂകൾ പഠിക്കണം, 1/2, 1/4, 1/8 എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രോബ്ലം ഈസി ആയിട്ട് വരും. ഓക്കെ, ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ, 7th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 7th ക്വസ്റ്റ്യൻ പറയുന്നത്, താഴെ പറയുന്നവയിൽ ഏത് ഭിന്നസംഖ്യയാണ് 3/4 വലുതും 3/4 വലുതും അതേപോലെ തന്നെ 5/6 ചെറുതും 5/6 ചെറുതും? അതായത് ഇങ്ങനെ വരണം, 3/4 വലുതാണ്, 5/4 ചെറുതായിട്ടുള്ള സംഖ്യ ഏതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. പ്രിയപ്പെട്ട കുട്ടികളെ, ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ അറിയേണ്ടത് 2 ഭിന്നസംഖ്യകൾക്കിടയിലുള്ള ഭിന്നസംഖ്യ കണ്ടുപിടിക്കാൻ 2 ഫ്രാക്ഷന് ഇടയിലുള്ള ഫ്രാക്ഷൻ ബിറ്റ്വീൻ 2 ഫ്രാക്ഷൻസ് വരുന്ന സമയത്ത് അത് a/bയും അതേപോലെ c/dയും ആയാൽ ബിറ്റ്വീൻ ഇടയിൽ വരുന്നത് എന്ന് പറയുന്നത് a+c/b+d ആണ്. ഇതൊന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, ഈ പറയുന്ന പോയിന്റ് കുട്ടികൾ പഠിച്ചു വെക്കണം. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിനിടയിൽ വരുന്നത് എന്തായിരിക്കും? 3 + 5/4 + 6. ഇതറിയുന്ന കുട്ടിക്ക് ഇത് ഈസിയായി. അപ്പോൾ ആൻസർ കിട്ടും 8/10. 8/10 ചുരുക്കിയാൽ നമുക്ക് എത്ര കിട്ടും? 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, 2ന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടും 4/5. 4/5 അതിൻ്റെ ആൻസറിൽ 3rd ഓപ്ഷനിലുണ്ട്. അപ്പോൾ അത് സിമ്പിളായിട്ട് മനസ്സിലായി. ഇനി ഈ ഒരു പോയിന്റ് ഓർമ്മിക്കണേ, ഓരോന്നിനും ഓരോ പ്രധാനപ്പെട്ട പോയിന്റുകളുണ്ട്. അത് പരിചയമില്ലാത്ത കുട്ടികൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. ഓക്കെ, 8ാമത്തെ ക്വസ്റ്റ്യൻ, 1 × 2 × 3. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതിനെ പറ്റിയിട്ട് ഐഡിയ ഉണ്ടെങ്കിൽ ഇങ്ങനെ പോയിട്ട് ×20 ഇതെല്ലാം ഗുണിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വലിയൊരു നമ്പർ കിട്ടും. ആ വലിയ നമ്പറിൻ്റെ അവസാനം എത്ര 0 ഉണ്ടാവും എന്നാണ് ചോദ്യം. ഇവിടെ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ലാസ്റ്റ് നമ്പറിനെ എടുക്കുക, 20 ആണ്. ആ 20യെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, നമുക്ക് എത്ര കിട്ടും? 4. ഈ 4 എന്ന് പറഞ്ഞാൽ 5-നേക്കാൾ ചെറുതാണ്. അപ്പോൾ അതിവിടെ അവസാനിപ്പിക്കുക. അപ്പോൾ 20/4, 20/5 = നമുക്ക് ആൻസർ എത്ര കിട്ടും? ഈ 20നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് എന്താണ്? ആ 0ൻ്റെ എണ്ണാണ്. അപ്പോൾ ആൻസർ 4 zeros. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്പർ ഓഫ് സീറോസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ യൂട്യൂബിൽ മാസ്യൂളിൽ നിങ്ങൾ അടിച്ചാൽ, യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാസ്യൂളിലത്തെ ഈ നമ്പർ ഓഫ് സീറോസിലുള്ള പലതരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്കതിൽ കാണാൻ പറ്റും. ഓക്കെ, അത് കൃത്യമായിട്ട് കണ്ടിട്ട് മനസ്സിലാക്കുക. ഓക്കെ, എന്താണ് നമ്പർ ഓഫ് സീറോസ് എന്നാണ് ഏതിലടിക്കേണ്ടത്? നമ്പർ ഓഫ് സീറോസ് എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് സീറോസ് വരുന്ന പല ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. ഓക്കെ, അത് ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഈ പറഞ്ഞത്. ഓക്കെ, ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ. 9ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞറിയോ? 7, 3,
2x. ഈ നമ്പർ ഡിജിറ്റുകൾ കൊണ്ടുള്ള അക്കങ്ങൾ കൊണ്ടുള്ള ഒരു 4 അക്ക സംഖ്യയെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ എക്സ് എത്രയായിരിക്കുന്നതാണ്. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരു നമ്പറിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമ്പർ ശ്രദ്ധിക്കുക, നമ്പർ ഡിവൈഡഡ് ബൈ 9 ആണെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താ? സം ഓഫ് ഡിജിറ്റ്സ്, അക്കങ്ങളുടെ തുക. ശ്രദ്ധിക്കണം, ഇതാണ് പോയിന്റ്. സം ഓഫ് ഡിജിറ്റ്സ് ഡിവൈഡഡ് ബൈ 9 ആയിരിക്കണം. അക്കങ്ങളുടെ തുകയെ മലയാളത്തിൽ പറഞ്ഞാൽ അക്കങ്ങളുടെ തുക ഹരിക്കണം 9 ആയിരിക്കണം. അപ്പോൾ ഇത് ചേർന്ന് വെച്ച സംഖ്യയെ നമുക്ക് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയണമെങ്കിൽ എന്തായിരിക്കണം? ഇതിൽ അക്കങ്ങളുടെ തുക കാണുക. അപ്പോൾ എന്താ വരില്ല? 7 + 3 + 2 + x. കറക്റ്റ് അല്ലേ വരിക? 7 + 3 10, 10 + 2 12. അപ്പോൾ നമുക്ക് കിട്ടും 12 + x എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ സമ്മ് എന്തായിരിക്കണം? ഡിവൈഡഡ് ബൈ 9 ആയിരിക്കണം. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എത്ര വരണം? 6. കാരണം എന്താ? 12 + 6 18 ആണ്. 12 + 6 18 ആണ്. 18 നമുക്ക് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, കൂടുതൽ അറിയാൻ ഡിവിസിബിലിറ്റിൻ്റെ യൂണിറ്റ് മാസ്യൂളിൽ നോക്കുക. ഓക്കെ, അവിടെ നിങ്ങൾക്കത് കാണാൻ പറ്റും. ഡിവിസിബിലിറ്റി എന്ന് മാസ്യൂളിൽ അടിച്ചു നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്കതിൽ കാണാൻ പറ്റും. അപ്പോൾ ആൻസർ x = 6. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പ്രിയപ്പെട്ട കുട്ടികളെ, 10th ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്. വെൻ 3 പ്രൈം നമ്പേഴ്സ് ആർ മൾട്ടിപ്ലൈഡ് വി ഗെറ്റ് 530 വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ഓഫ് ദോസ് 3 പ്രൈം നമ്പേഴ്സ്. മലയാളം ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തിട്ടുണ്ട്. 3 അഭാജ്യസംഖ്യകളുടെ ഗുണനഫലം 530. പ്രൈം നമ്പേഴ്സ് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഏതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ്? 2, 3, 5, 7, 11, 9 വരില്ല, 13, 15 വരില്ല, 17. ഇതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ പ്രൈം നമ്പേഴ്സിലെ ഏതോ ഒരു 3 എണ്ണം മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എത്ര കിട്ടി? 530 കിട്ടി. അതിൻ്റെ അർത്ഥം എന്താ? ഒരു ഡാഷ് ഇൻറ്റു അടുത്ത നമ്പർ ഡാഷ്, അടുത്ത നമ്പർ ഡാഷ് ഗുണിച്ചപ്പോൾ 530 കിട്ടി. എങ്കിൽ ഏറ്റവും വലിയ നമ്പർ എത്രയാണ് ചോദ്യം. ശ്രദ്ധിക്കുക കുട്ടികളെ, ലാസ്റ്റിൽ 530 കിട്ടിയത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 530 കിട്ടുമ്പോൾ എന്താ പ്രത്യേകത? അത് 53 × 10 ആയിരിക്കുമല്ലോ. 53 × 10 അല്ലേ? 53 × 53 × 10 എന്ന് പറയുമ്പോൾ ആ 10നെ എങ്ങനെ എഴുതാം? 53 × 5 × 2 എന്ന് എഴുതാലോ. ഈ 5ഉം 2ഉം പ്രൈം നമ്പേഴ്സ് ആണല്ലോ. ആണ്. അപ്പോൾ ഈ 3 നമ്പർ ആയല്ലോ. അപ്പോൾ ഏറ്റവും വലിയ നമ്പർ എത്ര വരില്ലേ? 53. അപ്പോൾ ആൻസർ നമുക്ക് കിട്ടും 53. മനസ്സിലായില്ലേ? 53 × 5 × 2. അപ്പോൾ എങ്ങനെയാണ് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അവസാനം 0 വന്നതുകൊണ്ട്? ഓക്കെ, 0 വന്നിട്ടില്ലെങ്കിൽ ഈ പ്രോബ്ലം ചെയ്യാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. ഓരോ പ്രോബ്ലത്തിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഈ ചോദ്യം തന്നെ പരീക്ഷയ്ക്ക് ഡയറക്റ്റ് അതേപോലെ വരുന്നതല്ല. ഇതിൽ പറയുന്ന ആശയങ്ങൾ, കോൺസെപ്റ്റാണ് ന്യൂമാത്സിൻ്റെ പരീക്ഷയ്ക്ക് പല വർഷങ്ങളിലായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ സൂചിപ്പിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടി കാണിക്കരുത്. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.